സ്പോട്ട് ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ ആദ്യ കേസിലെ പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഇന്നലെയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. പിതാവിൻ്റെ ഉമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും ചുറ്റിക വാങ്ങിയ കടയിലും എത്തിച്ചായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. ഇരു സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതിയുടെ മാനസിക നില വിശദമായി പരിശോധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അന്വേഷണ സംഘം കത്തും നൽകിയിട്ടുണ്ട്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, ഒന്നാമത്തെ കേസിലെ തെളിവെടുപ്പാണ് ഇന്നലെ ആരംഭിച്ചതാണ്. ഇന്നലെ നമുക്കറിയാം വീട്ടിലൊക്കെ പ്രദേശത്തൊക്കെ എത്തിയപ്പോൾ വലിയ ജനക്കൂട്ടവും മറ്റുമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഇതിനകം തെളിവായി ശേഖരിച്ചിട്ടുള്ളത്? ഇത് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ശുചിമുറിയിൽ ബോധരഹിതനായി വീണു അതടക്കമുള്ള സംഭവങ്ങൾ പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു. കാരണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ ഡോക്ടർമാർ തന്നെ പറഞ്ഞു കാര്യമായ ആരോഗ്യ പ്രശ്നമില്ല. അങ്ങനെ ഇന്നലെ പുലർച്ചെ ഉണ്ടായ സംഭവത്തിൽ രാവിലെയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മടക്കിക്കൊണ്ടുവന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ആണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം നടന്നത് ഈ കൊലപാതകം നടന്ന വീട്ടിലാണ്. സൽമാ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. സൽമാ ബീവിയെ കൊലപ്പെടുത്തി ആ സ്വർണ്ണമാല ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ് പണയം വെച്ചത്. അവിടെയും ഈ ആയുധം വാങ്ങിയ 5 പേരെ കൊലപ്പെടുത്തിയതും ഉമ്മയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതും അത് ആദ്യത്തെ സംഭവമാണ്. ഈ 5 പേരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക, ഈ ചുറ്റിക വാങ്ങിയ കടയിലും പ്രതിയെ കൊണ്ടുപോയി. ഇവിടങ്ങളിലുള്ള ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 സ്ഥാപനങ്ങളിലുമുള്ള ജീവനക്കാർ പ്രതി അഫാനാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യത്തെ കേസാണ്. ഒരു ആളെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ തെളിവെടുപ്പ് നടപടികൾ ഇന്ന് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ നടപടികൾ കഴിഞ്ഞ ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവന്നു. ഇന്ന് വൈകിട്ടോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വീണ്ടും ജയിലിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും മറ്റ് കൊലപാതകങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങുക. ഏതായിരുന്നാലും ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ്. ഈ 2 കൊലപാതകങ്ങൾ ഇനി ഉണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും അതിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയതിൽ ഇതുവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഒരുപക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ആ കേസുകളിലും അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുമ്പോൾ ആയുധം വാങ്ങിയ സ്ഥലം, അതോടൊപ്പം തന്നെ ഈ പണയം വെച്ച സ്ഥലം, കൊലപാതകം നടന്ന സ്ഥലം, ഇവിടെയൊക്കെ കൊണ്ടുപോകുമ്പോഴും ഒരു ഭാവവ്യത്യാസവും പ്രതിയിൽ കണ്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 23 വയസ്സുകാരനാണ്. സാമ്പത്തിക ബാധ്യതയാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്ന കാര്യം വീണ്ടും വീണ്ടും പ്രതി ആവർത്തിക്കുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘത്തോട് പറയുന്നത് അതുതന്നെയാണ്. ഉമ്മയും താനുമായി പല ആളുകളിൽ നിന്ന് കടം വാങ്ങി ചിട്ടി നടത്തിയിരുന്നു. ഇതിലുണ്ടായ സാമ്പത്തിക ബാധ്യത ഏതാണ്ട് 70 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്ന കാര്യം, 45 ലക്ഷം രൂപ എന്ന പ്രാഥമിക വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രതിയുടെ പിതാവിന് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട വിവരമില്ല. അബ്ദുൾ റഹീം 8 വർഷമായി വിദേശത്തായിരുന്നു. അദ്ദേഹം പറയുന്നത് ഭാര്യയോ കുടുംബമോ മകനോ ഇങ്ങനെ വലിയ തുകകളുടെ ബാധ്യത ഉണ്ടാക്കിയ വിവരം തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. താൻ ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന കാര്യം നേരത്തെ മൊഴി നൽകി. അത് പിന്നീടും മൊഴിയായി നൽകിയിട്ടുണ്ട്. വിദേശത്തേക്കോ തിരിച്ചോ പണം അയച്ചോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇനി വെഞ്ഞാറമൂട് കിളിമാനൂർ പോലീസ് സ്റ്റേഷനുകളിലായാണ് അന്വേഷണം നടക്കുന്നത്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രധാനമായും. ഈ 2 ഡിവൈഎസ്പിമാരുടെയും പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. 3 ഇടങ്ങളിലായി 5 കൊലപാതകങ്ങൾ. അതിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ, പാങ്ങോട് പോലീസ് സ്റ്റേഷൻ, ഈ 3 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൃത്യമാണ്. അങ്ങനെ ആ നിലയ്ക്കുള്ള അന്വേഷണം 2 ഡിവൈഎസ്പിമാർ ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇനിയും ജയിലിലേക്ക് പോയാൽ പ്രതി തിരികെ വീണ്ടും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരും. അത് വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡിയിലേക്കായിരിക്കും വരുന്നത്. പേരിമലയിൽ ഇന്നലെ, അതായത് പ്രതിയുടെ വീട്ടിൽ തെളിവെടുപ്പിന്റെ ഭാഗമായി പ്രതിയെ കൊണ്ടുപോയെങ്കിലും അവിടെ നടന്ന കൊലപാതകങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിന് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പ്രതിയുമായുള്ള യാത്രകൾ അത് വളരെ ദുഷ്കരമാണ്. ഈ മാനസിക നില എന്ത് എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കൊലപാതകങ്ങൾ നടത്തിയ സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് പോകുന്നു, കാമുകിയെ വിളിക്കുന്നു, അനുജനെ ഭക്ഷണം വാങ്ങാൻ വിടുന്നു. ഇതിനിടയിൽ
മദ്യപിക്കുന്നു. അങ്ങനെ 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങൾ നടത്തിയ ഒരു പ്രതിയുടെ മാനസിക നില സംബന്ധിച്ചുള്ള ഒരു ആശങ്കയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയങ്ങളും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DMOയ്ക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയത് ഈ പ്രതിയുടെ മാനസികാവസ്ഥ എന്ത് എന്നത് പരിശോധിക്കാനാണ്. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നപ്പോൾ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചിരുന്നു. കാര്യമായ തകരാറുകൾ കണ്ടെത്തിയിരുന്നില്ല. പിന്നീടാണ് പോലീസ് സെല്ലിലേക്ക് മാറ്റുന്നത്. അവിടെയും നിരീക്ഷണത്തിലായിരുന്നു. എങ്കിൽ തന്നെയും തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തേണ്ട ആവശ്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ കോടതിയിലെത്തുമ്പോൾ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിരത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും ശേഖരിച്ച് സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, മറ്റ് റെക്കോർഡുകൾ ഇതെല്ലാം തന്നെ ശേഖരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകത അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇനിയും മറ്റ് പോലീസ് സ്റ്റേഷനുകൾ അവിടുത്തെ SHOമാർ കസ്റ്റഡി അപേക്ഷ നൽകുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. രഞ്ജിത്ത്, ഈ ആദ്യ കേസിലാണല്ലോ വിനോദ് ഇതിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ നേരത്തെ വിനോദ് പറഞ്ഞ പോലെ വാങ്ങേണ്ടി വരും. ഇനിയുള്ള കേസുകൾ, എത്ര കേസുകൾ ഇയാൾക്ക് മേലുണ്ട്? ഒപ്പം പിതാവിൻ്റെ മൊഴി വളരെ പ്രധാനമാണ്. പിതാവിൻ്റെ മൊഴി അടക്കം എടുത്തിട്ടുണ്ട്. മാതാവും ഇപ്പോൾ മൊഴി നൽകാൻ, കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഏതാണ്ട് ഇയാൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണോ? അതിനുള്ള ഇനിയുള്ള നീക്കങ്ങൾ ഏതു തരത്തിലായിരിക്കും? ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നതും. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പഴുതടച്ചുള്ള ഒരു അന്വേഷണം. കാരണം ഈ പ്രതിയെ പിടികിട്ടി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. 5 കൊലപാതകങ്ങൾ നടത്തി അതിനുശേഷം ഈ പ്രതി ഒളിവിൽ പോവുകയോ മറ്റു തരത്തിൽ മിസ്സിംഗ്, ആ തരത്തിൽ പോലീസിനൊരു വെല്ലുവിളി ഉണ്ടായാൽ ഒരുപക്ഷെ വലിയ പഴി കേൾക്കേണ്ടി വരുമായിരുന്ന ഒരു കേസാണ്. അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി തന്നെ നേരിട്ടെത്തുന്നു. പ്രതി പറയുന്നത് 6 പേരെ താൻ കൊലപ്പെടുത്തി എന്ന കാര്യമാണ്. അതിൽ അമ്മയെ കൊലപ്പെടുത്തി എന്നുകൂടി പ്രതി ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ അമ്മ മരിച്ചിട്ടില്ല എന്ന കാര്യം പ്രതി അറിഞ്ഞിട്ടില്ല. അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും അവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഈ പ്രതി ഈ കൊലപാതകം നടത്തി എന്ന കാര്യം സത്യം തുറന്നു പറഞ്ഞ് അന്വേഷണ സംഘത്തിലേക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വെഞ്ഞാറമൂട് സ്റ്റേഷനിലാണ് ആദ്യം പ്രതി എത്തുന്നത്. അതിനുശേഷമാണ് വിവിധ സ്ഥലങ്ങളിലായി ഏതാണ്ട് 30 കിലോമീറ്റർ ഒരു ദിവസത്തെ പകൽ, രക്തം പുരണ്ട ഒരു ദിവസം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. 30 കിലോമീറ്റർ പരിധിയിൽ വരുന്ന 3 സ്ഥലങ്ങളിലായി സഞ്ചരിക്കുകയും അവിടങ്ങളിൽ ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ആദ്യം ഉമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം പിതാവിന്റെ ഉമ്മയെ, വാപ്പുമ്മയെ കൊലപ്പെടുത്തുന്നു. അതിന് പ്രതി പറയുന്ന കാര്യം സ്വർണ്ണമാല നൽകിയില്ല എന്നതാണ്. നേരത്തെ തന്നെ ഈ വാപ്പുമ്മയിൽ നിന്ന് സ്വർണം വാങ്ങുകയും പണയം വയ്ക്കുകയും ഒക്കെയും ചെയ്തിരുന്നു. വീണ്ടും വീണ്ടും സ്വർണം ആവശ്യപ്പെടുകയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വയോവൃദ്ധയാണ്. അവരുടെ ഭർത്താവ് നിർമ്മിച്ച വീടാണ്, 11 മക്കളുണ്ട്. പക്ഷേ ആ വീടിനോടുള്ള വൈകാരിക അടുപ്പം കൊണ്ട് ആ വാപ്പുമ്മ അവിടെ താമസിക്കുകയാണ്. അവിടേക്കാണ് പ്രതി ചെല്ലുന്നത്. ബൈക്ക് വെച്ച് പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. 7 മിനിറ്റിനുള്ളിലാണ് ഈ ദൃശ്യം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കഷ്ടിച്ച് 7 മിനിറ്റ്. ആ 7 മിനിറ്റിനുള്ളിൽ ആ വീട്ടിലേക്ക് ഇറങ്ങിപ്പോവുകയും കൊലപാതകം നടത്തി തിരികെ ഇതേ ബൈക്കിൽ വന്നു കയറുകയും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിഷ്ഠൂരമായി ചുരുങ്ങിയ സമയം കൊണ്ട്, ചുറ്റിക കൊണ്ട് ആളുകളെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൃത്യം നടത്തുകയാണ്. പിന്നീട് പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അവർ പണം നൽകിയിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഭാവവ്യത്യാസമില്ലാതെ ഈ തെളിവെടുപ്പുമായി പൂർണ്ണമായും സഹകരിച്ചു അഫാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇയാൾ ഉൾപ്പെട്ട കൊലപാതക കേസുകളിൽ ആദ്യ കേസിൻ്റെ തെളിവെടുപ്പാണ് പുരോഗമിച്ചത്. ഇന്നലെയും ചില അഭ്യാസങ്ങളൊക്കെ ഇയാൾ ആശുപത്രിയിലും മറ്റും നടത്തിയിരുന്നു. ശുചിമുറിയിൽ നിന്ന് ചാടി സ്വയമേ പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അതിജീവിച്ച് ഇയാളുടെ ആരോഗ്യം പരിശോധിച്ച് തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ട് പോയി. പിതാവിൻ്റെ ഉമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിച്ചു. ചുറ്റിക വാങ്ങിയ കടയിലും എത്തിച്ചു. ഇന്നത്തെ തെളിവെടുപ്പ് അങ്ങനെയായിരുന്നു. ഇരു സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ ഇയാളെ തിരിച്ചറിഞ്ഞു എന്നുള്ള നിർണായകമായ കാര്യം കൂടിയുണ്ട്. ഇന്നലെ ഈ വീടുകളിൽ ഇയാളെ എത്തിച്ചിരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വലിയ തോതിലുള്ള ജനക്കൂട്ടം ഇയാളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇയാളെ ആക്രമിക്കുമോ എന്നൊക്കെയുള്ള തരത്തിൽ പോലീസിൻ്റെ സുരക്ഷയും അതിശക്തമായിരുന്നു. ഏതായാലും പിതാവിൻ്റെ മൊഴിയും മാതാവിൻ്റെ മൊഴിയും മറ്റും ഇയാൾക്കെതിരാണ്. വിനോദ് കേൾക്കാമെന്ന് കരുതുന്നു. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. തുടരാം.
വിനോദേ തുടരാം, കേൾക്കുന്നില്ല. അഫാനുമായി ബന്ധപ്പെട്ട വിവരമാണ് വിനോദ് പങ്കുവെക്കുന്നത്. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. തെളിവെടുപ്പ് പോലീസ് ഇയാൾക്ക് പരമാവധി ശിക്ഷ, നമുക്കറിയാം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി തന്നെ കോടതി പരിഗണിക്കാനിടയുള്ള സാഹചര്യം കൂടിയുണ്ട്. ഇത് പ്രോസിക്യൂഷൻ്റെ വാദവും അതുതന്നെ ആയിരിക്കും. വിനോദ് കേൾക്കാമെന്ന് കരുതുന്നു, തുടരാം. തെളിവെടുപ്പ് ഇനി ഏതൊക്കെ തലത്തിൽ പുരോഗമിക്കും? രഞ്ജിത്ത്, ആദ്യത്തെ കേസിലെ തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ വീട്ടിലേക്ക്, താഴെ പാങ്ങോട്ടിലെ വീട്ടിലേക്ക് എത്തിയാണ് ആദ്യത്തെ തെളിവെടുപ്പ് നടത്തുന്നത്. അവിടെ ഒരു ഭാവവ്യത്യാസവുമില്ല. അതിനുശേഷം പ്രതിയെ ഇന്ന് രാവിലെയോടുകൂടിയാണ് മറ്റിടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. ഈ ചുറ്റിക വാങ്ങിയ സ്ഥലത്തും പണയം വെച്ച സ്ഥലത്തും, ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ജീവനക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഈ 23-കാരൻ്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തന്നെയാണ് പോലീസ് പറയുന്നത്. പല തരത്തിൽ ഈ മൊഴി ആവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും അങ്ങനെ എന്തിന് കൊലപ്പെടുത്തി, പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തുക, വൈരാഗ്യമുള്ളവരെ കൊലപ്പെടുത്തുക, അങ്ങനെ ഒരു ഭ്രാന്തമായ രീതിയിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് 6 പേരെ ആക്രമിക്കുന്നു. 6 പേരും മരിച്ചെന്ന് വിചാരിക്കുന്നു. അതിൽ 5 പേരും നിഷ്ഠൂരമായി കൊല്ലപ്പെടുന്നു. നെഞ്ചിന് മുകളിലേക്കാണ് ഈ ചുറ്റിക കൊണ്ടുള്ള അടി എല്ലാവർക്കും ഏറ്റിട്ടുള്ളത്. നെഞ്ച് മുതൽ തലവരെ പലരെയും ഈ അടിച്ചിട്ടുള്ളത് 20 തവണയിലേറെ അവരുടെ തലയിൽ അടിച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്തിന് ചെയ്തു എന്നതാണ്. സ്റ്റേഷനിൽ വന്ന ശേഷവും പല തരത്തിലുള്ള പെരുമാറ്റവും ഈ തരത്തിൽ സംശയമുണ്ടാക്കുന്നതാണ്. എന്തിന് അരമതിലിന് മുകളിൽ നിന്ന്, ശുചിമുറിയിലെ മതിലിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി അവിടെ ഒരു ആത്മഹത്യാ ശ്രമം എന്ന തരത്തിലൊരു നാടകം സൃഷ്ടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. ഈ യുവാവിൻ്റെ പൂർവ്വകാല ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ തരത്തിൽ സഞ്ചരിച്ചു വന്നു, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ ഒരു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ ആദ്യം ഉപയോഗിക്കുന്നു, പിന്നീട് 50,000 രൂപയുടെ ഫോൺ ഉപയോഗിക്കുന്നു, 2 ലക്ഷം രൂപയുടെ ബൈക്ക് ഉപയോഗിക്കുന്നു, മറ്റൊരു ബുള്ളറ്റ് ഉപയോഗിക്കുന്നു, വേറൊരു കാർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരുമാനം, ഇവർ പലരിൽ നിന്നായി കടം വാങ്ങിയ തുക, അതിനപ്പുറത്തേക്ക് ഇവർക്ക് എവിടെ നിന്നെങ്കിലും തുകകൾ ലഭിച്ചിരുന്നോ, വരുമാനം വന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. 14 പേരുടെ പട്ടികയാണ് പോലീസിനോട് ഈ പ്രതി പറയുന്നത്, അഫാൻ പറയുന്നത്. 14 പേരിൽ നിന്ന് കടം വാങ്ങി എന്ന കാര്യം പറയുന്നു. ഈ കൊലപാതകം നടക്കുന്ന ദിവസം പോലും മറ്റൊരു CDMൽ നിന്ന് ചിലർക്ക് പണം അയച്ചു കൊടുക്കുന്നുണ്ട്. അവർ അന്ന് വീട്ടിലേക്ക് വരുമെന്ന ചില സൂചനകൾ നൽകിയിരുന്നു. അവരുടെ പണം തിരികെ വാങ്ങുന്നതിന് വേണ്ടി അവിടെ എത്തുമെന്ന സൂചനയാണ് നൽകിയത്. പക്ഷേ അവരുടെ വരവ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്ക് മാത്രം അന്നേ ദിവസം, ഈ കൃത്യം നടക്കുന്ന ദിവസം വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നവരുടെ പണം അവർക്ക് ഓൺലൈനായി അയച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ മാല തട്ടിയെടുത്തത്. ധനകാര്യ സ്ഥാപനവുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാല അവിടെ എത്തുന്നതിന് മുൻപ് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ആളുകൾ പണം നൽകിയിരുന്നു. നേരത്തെ തന്നെ ഈ ഇടപാട് ഉള്ളതുകൊണ്ട് തന്നെ ആ പരിചയത്തിൻ്റെ പുറത്ത് അവർ ആ പണം നൽകുന്നുണ്ട്. പിന്നീടാണ് കൊല നടത്തി അവിടെ ആഭരണവുമായി എത്തുന്നത്. പക്ഷേ ഈ കൊലപാതകത്തെക്കുറിച്ച് മറ്റാർക്കും ഒരു അറിവുമില്ല. ഇതിനുശേഷം പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. കാമുകിയെ വിളിച്ചു വരുത്തുന്നു. ഈ വിവരങ്ങൾ വീട്ടിൽ വെച്ച് പറയുന്നു. എന്നിട്ട് കാമുകി കസേരയിലിരിക്കുമ്പോൾ കാമുകിയുടെ തലയ്ക്കടിക്കുന്നു. അനുജൻ ആ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ സ്കൂൾ ടൈം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഒഴിവാക്കാൻ ഈ ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് വിടുന്നു. കുഴിമന്തി വാങ്ങാൻ ഈ കുട്ടിയെ മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോട്ടലിലേക്ക് അയക്കുന്നു. തിരികെ വരുമ്പോൾ ഈ കുട്ടിയെയും 13 വയസ്സുകാരനെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളപ്പോഴും ഈ ആഡംബര ജീവിതം ഒഴിവാക്കുന്ന ഒരു സൂചനയും നൽകുന്നില്ല. ഭക്ഷണ കാര്യങ്ങളിലടക്കം പോലീസ് നൽകുന്ന ഭക്ഷണം പോലും അത് തനിക്ക് താല്പര്യമില്ലാത്ത ഭക്ഷണമാണെന്ന് പറയുകയും തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുടെ കാര്യം പറയുകയും അങ്ങനെ പോലീസ് അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ട്. 3 ദിവസമാണ് പാങ്ങോട് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷം വീണ്ടും ജയിലിലേക്ക് മടങ്ങും. പിന്നീട് മറ്റ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ അവർ കസ്റ്റഡി അപേക്ഷ നൽകുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. രഞ്ജിത്ത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത എന്നുള്ളത്, അത് ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ തന്നെയാണത്. അതിനുശേഷം നമുക്ക് മലപ്പുറത്തേക്ക് ഒന്ന് പോകണം. മലപ്പുറത്ത് നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, അത്
മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ നാട്ടിൽ തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ്. 12 മണിയോടെയാണ് പെൺകുട്ടികളെ തിരിച്ചെത്തിച്ചത്. കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിലും CWCയിലും ഹാജരാക്കും. കഴിഞ്ഞ ദിവസമാണ് ഇവരെ മുംബൈയിൽ നിന്ന് കണ്ടെത്തിയത്. പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച എടവണ്ണ സ്വദേശി റഹീം അസത്തിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. തിരൂരിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഈ പെൺകുട്ടികൾക്കൊപ്പം പോയ യുവാവ് ഇയാളെ സംശയിക്കേണ്ട സാഹചര്യം പോലീസ് പറയുന്നുണ്ടോ? ഇയാൾക്കൊപ്പം ഈ പെൺകുട്ടികൾ എങ്ങനെ പോയി, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊപ്പം ഇയാൾ എങ്ങനെ യാത്രയിൽ പങ്കാളിയായി എന്നുള്ളത് പ്രധാനമാണല്ലോ. ഇയാളുടെ എന്തെങ്കിലും പ്രേരണ ഈ യാത്രയ്ക്കുണ്ട് എന്ന് പോലീസ് കരുതുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങളിൽ ഒന്ന്, ഇവർക്കൊപ്പം പോയ എടവണ്ണ സ്വദേശി അയാൾക്കെതിരെ കസ്റ്റഡി അടക്കമുള്ള നടപടികൾ തുടർന്നു കഴിഞ്ഞു, അറസ്റ്റിലേക്ക് നീങ്ങും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ്. അതായത് ഈ 2 കുട്ടികളും 16 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്, മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കഴിയുന്നവരാണ്. അങ്ങനെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകലിന് തുല്യമാണ്. അത്തരത്തിലുള്ള പരാതി പോലീസിന് മുമ്പിലുള്ളത് കൊണ്ട് തന്നെ ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസെടുക്കും എന്ന വിവരമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അതൊന്നാമത്തേത്. രണ്ടാമത്തേതായിട്ട് ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് അത് പെൺകുട്ടികൾ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ഇയാൾക്കെതിരെ എന്തെങ്കിലും മൊഴി ഈ പെൺകുട്ടികളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അതിനുള്ള വകുപ്പുകൾ കൂടി ഇയാൾക്കെതിരെ പോലീസ് ചുമത്തും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ തിരിച്ചെത്തൽ തന്നെയാണ്. 12 മണിയോടെയാണ് അവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. നേരെ DYSP ഓഫീസിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മജിസ്ട്രേറ്റിന് മുമ്പിലും ഇനി CWCയുടെ മുമ്പിലും അവർ ഹാജരാക്കേണ്ടതുണ്ട്. ഇവരുടെ മൊഴി വളരെ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ എന്താണ് അവരെ ഇങ്ങനെ ഒരു ആരോടും പറയാതുള്ള യാത്രയ്ക്ക് പ്രേരിപ്പിച്ചതെന്നതിനെക്കുറിച്ച് ഇവർക്ക് യാത്രയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. ജീവിത ശൈലി പുതിയ ഫാഷനിലൊക്കെ നടക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷേ വീട്ടിലെ കർശന നിയന്ത്രണങ്ങൾ അതിനൊക്കെ തടസ്സമായിരുന്നു. അങ്ങനെ ആ നിയന്ത്രണങ്ങളിലും മറ്റും പ്രതിഷേധിച്ചാണ് ഇവർ ഇത്തരത്തിലൊരു റിസ്ക്കുള്ള ഒരു മുൻപിൻ നോക്കാത്ത ഒരു എടുത്തുചാട്ടം നടത്തിയത് എന്ന തരത്തിലാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇക്കാര്യങ്ങളൊക്കെ ഈ എടവണ്ണ സ്വദേശിയുമായി ഇവർ പങ്കുവച്ചിരുന്നു. അവർ ഇൻസ്റ്റഗ്രാമിലായിരുന്നു പരിചയപ്പെട്ടിരുന്നത്. 5 ദിവസത്തെ ലീവ് എടുത്താണ് എടവണ്ണ സ്വദേശി ഇവർക്കൊപ്പം മുംബൈയിലേക്ക് പോയത്. പോലീസിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഇയാളെ, ഈ പെൺകുട്ടികളെ പോലീസിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള നടപടികളിലേക്ക് നയിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും ഇയാളായിരിക്കും ഇതിൽ മുഖ്യപ്രതി എന്ന വിവരം അറിഞ്ഞതോടെയും ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവാത്തവരാണ് എന്ന വിവരങ്ങൾ കൃത്യമായി ലഭിച്ചതോടെയും തുടർച്ചയായി പോലീസിൻ്റെയും ബന്ധുക്കളുടെയും ഇടപെടൽ കാരണമാണ് ഇയാൾ മുംബൈയിൽ നിന്ന് വഴിപിരിഞ്ഞത്. അയാൾ വഴിപിരിഞ്ഞതിന് ശേഷമാണ് ഇവർ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഇടാൻ വേണ്ടി അത് ഓൺ ചെയ്യുന്നത്. അങ്ങനെ സിം കാർഡ് ഇടാൻ ഓൺ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിക്കുന്നതും തുടർന്ന് പോലീസിന് ഇവരെ കണ്ടെത്താനാകുന്നതും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രേഖ, ഈ യാത്രാരേഖ നമുക്ക് അങ്ങനെയാണ് ഇതിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇനി ഇവരെ സംബന്ധിച്ച് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവരെ കാണാൻ ശ്രമിച്ചപ്പോഴും രക്ഷിതാക്കൾ അവരുടെ ഈ ഒരു സ്വകാര്യതയെ മാനിക്കണമെന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവർക്ക് പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്. ഇനി അവർക്ക് ഒരുപാട് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതിനൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള കുറേ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് അവർ തയ്യാറാകുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ അവർക്ക് ഇന്ന് വൈകുന്നേരം വരെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് CWCക്ക് മുമ്പാകെയും അതുപോലെ തന്നെ അവർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് നടത്തേണ്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. ആ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടികൾക്ക് നമുക്കറിയാം, പെൺകുട്ടികളുടെ അവരെ തിരിച്ചെത്തിച്ച് എത്തിയ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുക, അല്ല അവരുടെ മൊഴി രേഖപ്പെടുത്തുക, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങനെ ഇവരുടെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു കാണും. പിന്നീട് ഈ മാതാപിതാക്കളുടെ ഒരു സഹകരണമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. കാരണം ഒരു 40 മണിക്കൂറെങ്കിലും അമ്പരപ്പിച്ച ഒരു കേസാണ്. ഈ കൂടുതൽ വിദഗ്ധരുടെ സഹായത്തോടെ, ഈ CWCയുടെയൊക്കെ സഹായത്തോടു കൂടിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ മൊഴിയെടുപ്പിലേക്കാണോ പോലീസ് പോകേണ്ടത്? ഇവരുടെ യാത്ര സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തണമല്ലോ അനുമോദ്. വലിയ ദുരൂഹതകളില്ല എങ്കിൽ പോലും എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ തീരുമാനമെടുത്തു എന്ന കാര്യത്തിലൊക്കെ കുറഞ്ഞപക്ഷം പോലീസിനെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. രഞ്ജിത്ത്, ഇത് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാരണം ഈ പെൺകുട്ടികളുടെ നാളത്തെ
ജീവിതം, നാളെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വളരെ നിർണായകമാണ്. ഈ കേസിൻ്റെ നടപടികളും അതേപോലെ തന്നെ തുടർച്ചയായ ചോദ്യം ചെയ്യലുമൊക്കെ ഇവരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലും ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ട് കൗൺസിലിംഗ് നടത്തുന്നവരുടെയും അവരുടെയൊക്കെ സഹായവും പിന്തുണയൊക്കെ ആവശ്യമുണ്ട്. കാരണം അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി നിലവിലെ അവസ്ഥ കൂടുതൽ മോശമാക്കുവാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതികളെ പോലെ അവരെ തുടർച്ചയായി ചോദ്യം ചെയ്ത് അതിൻ്റെ ഊടും പാവും വേർതിരിക്കുന്ന തരത്തിലേക്കൊന്നും പോലീസ് ഇപ്പോൾ പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പോയി അവരെ കണ്ടെത്തി അവരെ തിരിച്ചു കൊണ്ടുവന്നു. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ, എന്നാൽ അവരെ സാന്ത്വനിപ്പിച്ച് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ആ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കേസുകളിൽ കാണുന്ന പോലത്തെ ഒരു നടപടി ഇതിൽ പോലീസിൽ നിന്നും പ്രതീക്ഷിക്കാനാകില്ല. പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേക പരിചരണം, പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾ കൂടിയാണ് ഈ രണ്ടുപേരും. ആ ഒരു കാര്യത്തിൽ സാധാരണ കുട്ടികളോട് ഇടപഴകുന്ന പോലെയല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ മറ്റ് നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും അതിൻ്റെ പിന്തുണയൊക്കെ കുടുംബവും അതാണ് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. മറ്റ് കേസുകളിൽ നിന്ന് വിഭിന്നമായിട്ടായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടി പൂർത്തീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഈ മറ്റു ദുരൂഹതകളൊന്നും പോലീസ് സംശയിക്കുന്നില്ല എന്നുള്ളത് തന്നെ അല്ലേ അനുഭവം? നേരത്തെ പറഞ്ഞ പോലെ ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് അയാൾ ഒരുപക്ഷെ യാദൃശ്ചികമായി ഇതിൽ പെട്ടുപോയതാകാം. പെൺകുട്ടികൾ പോയതും അവരുടെ സ്വയം തീരുമാനത്തിലാകാം. ഇവരുടെ യാത്രാ വഴികളൊക്കെ തേടേണ്ടതുണ്ട്. അങ്ങനെ മറ്റു ദുരൂഹതകളൊന്നും സംശയിക്കേണ്ട സാഹചര്യങ്ങൾ തൽക്കാലമില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം, അല്ലേ? രഞ്ജിത്ത്, ഈ കുട്ടികൾ പ്രത്യേക ശ്രദ്ധയോടെ സ്കൂളിൽ പഠിക്കുന്നവരാണ്. പരീക്ഷ എഴുതാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ളവരാണ്. സ്ക്രൈബിനെ വെച്ചാണ് അവർ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രത്യേക സാഹചര്യത്തിലുള്ളവർക്ക് കുടുംബത്തിൽ നിന്നും കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഒക്കെ ലഭിക്കും. പക്ഷേ ഈ ഒരു പ്രായം, അവരുടെ അഡോളസൻസ് സ്റ്റേജാണ്, അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് എന്നൊരു ചിന്തയായിരിക്കാം. അപ്പോൾ വീട്ടിൽ നിന്നുള്ള അമിതമായിട്ടുള്ള നിയന്ത്രണം, പ്രത്യേകിച്ച് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത്, അവരുടെ സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്കായിരുന്നില്ല ഈ പെൺകുട്ടികളുടെ മനോഭാവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അവർ കുറേ കൂടി ഈ ഒരു സമയത്ത് സ്വാതന്ത്ര്യവും അതേപോലെ മറ്റു പെൺകുട്ടികളെ പോലെ ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഇവർ യാത്രയ്ക്ക് ഒരുങ്ങിയതും അതേപോലെ തലമുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്തൊക്കെ രൂപമാറ്റമൊക്കെ വരുത്തിയത് അവരുടെ വലിയ ആഗ്രഹങ്ങളെ തുടർന്നാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇനി അത് ദുരുപയോഗം ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. അത് രണ്ടാമത് പോലീസ് അന്വേഷിച്ചു. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏക കണ്ണിയും ഈ എടവണ്ണ സ്വദേശി മാത്രമാണ്. അപ്പോൾ അയാളെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇതിൻ്റെ ദുരൂഹത നീക്കാനുള്ള നടപടികൾ ഉണ്ടാവുക. മറ്റു കാര്യങ്ങൾ പെൺകുട്ടികളുടെ വാക്കുകൾ അത് അവിശ്വസിക്കേണ്ടതായ സാഹചര്യം ഇപ്പോഴില്ല എന്ന തരത്തിൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. നമുക്കിനി കളമശ്ശേരിയിലേക്ക് ഒന്ന് പോകണം. അവിടെ DIG ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. അതായത് തീക്കട്ടയിൽ ഉറുമ്പരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മദ്യലഹരിയിലായിരുന്ന യുവാവാണ് പുലർച്ചെ ഈ ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത്. ഒരുപക്ഷെ ഈ DIG ഓഫീസാണെന്നൊന്നും ലഹരിയിൽ യുവാവ് മനസ്സിലാക്കി കാണില്ല. കല്ലേറിൽ ഓഫീസിന് മുന്നിലെ ബോർഡ് തകർന്നു. ആക്രമണം നടത്തിയ കോഴിക്കോട് മുക്കം സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവമി, ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ DIG അല്ല DIG ഓഫീസാണെന്നറിയാതെയാണോ കല്ലെറിഞ്ഞത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ലഹരിയാകുമ്പോൾ DIG എന്നോ അല്ലെങ്കിൽ സാധാരണക്കാരെന്നോ ഒന്നും അത്രക്കാർക്കില്ലല്ലോ. രഞ്ജിത്ത്, പോലീസ് പറയുന്നത് ഇന്ന് രാവിലെ ഒരു 2 മണിയോടുകൂടി മുക്കം സ്വദേശി വിഷ്ണു അവിടേക്ക് വരികയും അവിടെ വന്നതിന് ശേഷം ഒരു പരാതിയുണ്ട്, തൻ്റെ ഫോൺ കളവ് പോയി, അതിനൊരു പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് ഈ യുവാവിൽ നിന്നും വിശദീകരണം തേടുന്നതിനിടയിൽ തന്നെ പോലീസിന് മനസ്സിലായി അമിതമായി മദ്യപിച്ചു വന്നതാണ്, ഫോൺ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ പോലീസ് വിശദമായ കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് അക്രമാസക്തനായ യുവാവ് ഈ സ്റ്റേഷനിൽ നിന്നും ഈ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഓടിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ബോർഡ് ഒരു കല്ല് ഉപയോഗിച്ച് എറിഞ്ഞ് നശിപ്പിച്ചത്. അത് ഈ LED ലൈറ്റുകൾ ഉള്ള ഒരു ബോർഡാണ്. ആ ബോർഡിൻ്റെ പകുതി ഭാഗം പൂർണ്ണമായും നശിച്ച രീതിയിലാണ്. എന്താണ് പോലീസിന് ഇവിടെ സംഭവിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് കളമശ്ശേരി പോലീസിനെ വിവരം അറിയിച്ച് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് പിന്നിലെന്ന് മനസ്സിലായിട്ടില്ല.
പോലീസ് പറയുന്നത് കൃത്യമായി ഈ കാര്യങ്ങൾ ചോദിച്ചറിയണമെങ്കിൽ യുവാവിന് ബോധം വരണം. പക്ഷെ ഇതുവരേക്കും ബോധം വന്നിട്ടില്ല. അമിതമായി മദ്യപിച്ച് ലെക്ക് കെട്ട ഒരവസ്ഥയിലാണ് യുവാവ് ഈ DIG ഓഫീസിലേക്ക് കയറി ചെന്നത്. അതിനുശേഷം പോലീസിനോടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായി മറുപടി പറഞ്ഞതുമില്ല. മദ്യലഹരിയിലാണ്, ഉറക്കമാണെന്നാണ് പോലീസിൽ നിന്നും കളമശ്ശേരി പോലീസ് പറയുന്ന വിശദീകരണം. എന്തായാലും ഉറക്കം വിട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത്, എന്താണ് ഇങ്ങനെ ഈ ബോർഡ് എറിഞ്ഞു തകർക്കാനുണ്ടായ കാരണം, ഒപ്പം ഈ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ ശരിയാണോ എന്നതൊക്കെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി മദ്യപിച്ച് മറ്റെവിടെയെങ്കിലും നിന്ന് കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടതാണോ എന്ന് സംശയമാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ യുവാവിൽ നിന്ന് വിശദമായി അറിയേണ്ടതുണ്ട്. യുവാവിനായിക്കോട്ടെ ഇതുവരേക്കും ബോധം വന്നിട്ടില്ല. അമിതമായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മദ്യം മാത്രമാണോ അതോ മറ്റ് ലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ വൈദ്യപരിശോധനയിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരി പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് ഉടനെ തന്നെ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അമിതമായി മദ്യപിച്ചു തന്നെയാണ് ഓഫീസിലേക്ക് കയറി വന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഫോൺ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിച്ചറിയുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം ഈ ഓഫീസിന്റെ പുറത്തേക്ക് ഓടുകയും പോലീസുകാരെ ഒപ്പം കൂടി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ പോലീസിന്റെ ഓഫീസിന്റെ പുറത്തേക്ക് ഓടി അതിനുശേഷം ഈ ബോർഡ് കല്ലുപയോഗിച്ച് എറിഞ്ഞു തകർക്കുകയായിരുന്നു. രഞ്ജിത്ത്, അതാണ് സംഭവിച്ചത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സ്പോട്ട് ലൈവ് പൂർണ്ണമാകാനുള്ള സമയമാണ്. ഇനി ന്യൂസ് 3യുമായി അശ്വതി ചേരും. നമസ്കാരം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം.